നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം സ്കിപ്പ് ചെയ്യേണ്ട. ദാ ഈ കാണുന്ന നമ്മളെ സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ടു സെഡ് ഡീറ്റെയിൽ ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകാം. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഡൗട്ടാണ് ഇത് എങ്ങനെ മെഷർമെൻറ്റ് ഇതിന് സെറ്റ് ചെയ്യണം, ഏത് രീതിയിൽ ഇത് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് ഡൗട്ടാണ്. സെപ്റ്റി ടാങ്കുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ ബാത്റൂമുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ബാത്റൂമിൻ്റെ ഫ്ലഷിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന സെപ്റ്റി ടാങ്കുകൾ എടുക്കൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലഷിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ സെപ്റ്റി ടാങ്കുകൾ വാങ്ങേണ്ടതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ 2, 3, 4 ബാത്റൂം ഉണ്ടെങ്കിൽ ആ ബാത്റൂമിൽ നമ്മൾ ചെയ്യുന്ന ഫ്ലഷിങ്ങിൻ്റെ കണക്കിനനുസരിച്ചിട്ടാണ് പെർ ഡേ ഫ്ലഷിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന സെപ്റ്റി ടാങ്കുകൾ വാങ്ങേണ്ടത്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു 4 ബാത്റൂമിൽ ഒരു ദിവസം നമുക്കൊരു 35 ഫ്ലഷ് വേണം എന്നുണ്ടെങ്കിൽ 35 to 40 ഫ്ലഷ് എടുക്കുക. അതായത് ഒരു 5 കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കുക, അത് കുറച്ചധികം എടുക്കുക. ഇനി അത് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കുറവുണ്ട്. അതെല്ലാം കസ്റ്റമേഴ്സ് അത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ ആ ഒരു സംഭവങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ബാത്റൂമിന് എത്രത്തോളം എണ്ണമുണ്ട്, ബാത്റൂമിൽ എത്രത്തോളം നമുക്ക് ഫ്ലഷിങ് വേണം എന്നുള്ളതും കൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന ബ്രാൻഡുകൾ ഏതാ എന്ന് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക. ഞാൻ ഈ കാണുന്ന സെൽസർ എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുത്തത്. അപ്പോൾ എന്തിനാണ് സെൽസർ വെക്കുന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് കണ്ടാൽ മതി. ഈ ഒരു വീഡിയോ ഒരു കമ്പനീനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. കാരണം വെച്ചാൽ കമ്പനി എന്നൊരു 10 പൈസ നമുക്ക് എക്സ്ട്രാ തരുന്നൊന്നുമില്ല. നമുക്ക് ഈ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തു. കാണുന്ന നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന് 2 ടോയ്ലറ്റ് 2 ബാത്റൂമാണുള്ളത്. അപ്പോൾ 2 ബാത്റൂമിന് വേണ്ടി ഞാനിവിടെ 35 ഫ്ലഷ് വെച്ചിട്ടുണ്ട്. 35 ഫ്ലഷ് എന്തിനാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലേബറുകൾ യൂസ് ചെയ്യുന്ന ലേബർമാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ 5 or 6 ലേബർമാർ ഇവിടെ ഉണ്ടാകുമ്പം അപ്പോൾ അവർ ഒരു 30ഓളം ഫ്ലഷുകൾക്ക് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് അവർ ഇപ്പം കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്ട്രാ അതിന് കൂടുതൽ കമ്പനി ഡെവലപ്പ് ആകുന്ന സമയത്ത് അധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡെവലപ്പ് വരുന്ന സമയത്ത് നമുക്ക് അത്രയും യൂസേജ് നമുക്ക് അവർ ഇവിടുന്ന് ഉപയോഗിക്കും ബാത്റൂം. അപ്പോൾ അത്രയും ബാത്റൂമിൻ്റെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഇത് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാണുന്ന 35 ഫ്ലഷിൻ്റെത് ഞാനിവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയെ പറ്റി അതിൻ്റെതായ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ഏതാണോ, ഓഷ്യനാണോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന സെൽസറാണോ, ഏതാ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയെ ഡയറക്റ്റ് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സർവീസ് വാറണ്ടിയിൽ പല കമ്പനിക്കാരും ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർ 10 വർഷം തരും, ചില ആൾക്കാർ 15 വർഷം തരും. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ തിരഞ്ഞെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി വളരെ പ്രോപ്പറായിട്ട് തന്നെ പ്ലംബറോട് ചോദിച്ച് മനസ്സിലാക്കി അവരോട് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ. കണ്ണൂർ പ്രദേശത്ത് ചെങ്കല്ലുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചെയ്യുന്നൊരു സെറ്റപ്പ് ഇങ്ങനെയാണ്. അതായത് നമുക്ക് വേണ്ടുന്ന സാധനം ഞാൻ ആദ്യം തന്നെ തിരഞ്ഞെടുത്ത് വെച്ചു, സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിൻ്റെ നീളം എത്രയുണ്ട്, ഇതിൻ്റെ വീതി എത്രയുണ്ട്, ഇതിൻ്റെ ആഴം എത്രയുണ്ട് എന്നുള്ളത് കറക്റ്റായി ഇത് കുഴിയെടുക്കുന്നവരോട് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ഈ കാണുന്ന തറ ലെവൽ, അതായത് വീട്ടിലാണെങ്കിൽ ഇനി നമ്മൾ വേറെ എവിടെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിന് മേളിലോട്ട് ഒരു സംവിധാനം വരില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തെ ആദ്യം നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഈ കാണുന്ന കുഴികളോ മറ്റെന്ത് വേണേലും നമ്മൾ എടുക്കാൻ. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻ്റർലോക്കിൻ്റെ ആഴം നമുക്ക് ഇവിടെ കണക്കാക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഒരു 1 or 2 ലെയർ മണ്ണ് വന്നതിന് ശേഷം അതിൻ്റെ താഴെ നമ്മളെ സ്ലാബ് വരും, അതിൻ്റെ താഴെ നമ്മളെ കുഴി വരും. അപ്പോൾ വലിയൊരു കുഴി എടുത്തിട്ട് നമ്മളെ പ്രോപ്പർട്ടി ആകെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കറക്റ്റായ മെഷർമെൻറ്റ് കൊടുക്കുന്നതാണെങ്കിൽ വളരെ ചെറിയ കുഴി മാത്രമേ ഉള്ളൂ. ഞാനിത് ഈ ഫ്ലോർ ലെവലിൽ നിന്ന് ആദ്യം വന്ന സമയത്ത് തന്നെ പണിക്കാരോട് പറഞ്ഞ സമയത്ത് ഇവിടെ നിന്നുള്ള വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വീഴുന്ന ഫിനിഷിംഗ് ലെവലിലേക്ക് കൊണ്ടുവന്നത്. ഈ കാണുന്ന ലെവലിൽ നിന്ന് നമുക്ക് സ്ലാബിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ചാണ് ഇതിൻ്റെ സ്ലാബിൻ്റെ കനമുള്ളത്. 4 ഇഞ്ച് സ്ലാബിൻ്റെ കനം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 8 ഇഞ്ചോളം ഇതിൻ്റെ മേലിൽ മണ്ണ് വരും. പിന്നെ ഈ ഒരു ഡെപ്ത് എടുക്കുന്നത്, ഞാൻ ഈ കാണുന്ന ഡെപ്ത്, ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത് ഈ കാണുന്ന കല്ലിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 2.20 സെൻറ്റിമീറ്റർ ഇതിൻ്റെ നീളമുണ്ട്. 2.20 സെൻറ്റിമീറ്റർ നീളം. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത്
110 110 സെൻറ്റിമീറ്റർ ഇതിൻ്റെ വീതി വരുന്നുണ്ട്. ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞത് ഈ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് 90 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ആഴം വരുന്നുണ്ട്. 90 സെൻറ്റിമീറ്റർ ആഴം. ഇതിൻ്റെ താഴത്തെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ താഴെ ഉണ്ടാകുന്ന ലെവല് വളരെ ഇമ്പോർട്ടൻറ്റ്. എത്രത്തോളം നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സ്ട്രോങ് ആക്കി വെക്കും. കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കുക. ഇനി എല്ലാന്നുണ്ടെങ്കിൽ കല്ല് പോലുള്ള സാധനങ്ങൾ വിരിക്കുക. കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ലോഡെന്ന് പറഞ്ഞാൽ നല്ല ഹെവി ലോഡ് വരും. ആ ഹെവി ലോഡ് വന്നിട്ടാകുമ്പം നമ്മൾ ഈ കാണുന്ന സാധനത്തിന് അലൈൻമെൻറ്റിന് യാതൊരു തരം മിസ്റ്റേക്കും വരാൻ വേണ്ടി പാടില്ല. അലൈൻമെൻറ്റിന് ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഫങ്ഷനിങ് പ്രോപ്പറായി ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജിൽ നിന്ന് ഈ എഡ്ജിലേക്ക് വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ ആവാനോ പാടില്ല. എത്രത്തോളം നമുക്ക് വാട്ടർ ലെവൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം വാട്ടർ ലെവൽ ചെയ്യുക. നിർബന്ധമായിട്ടും ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് തന്നെ വെക്കുക. പിന്നെ ഇത് കൊണ്ടുവരുന്ന സമയത്ത്, അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 1-2 ദിവസം വെള്ളം നിറച്ചൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനിങ് നടക്കുന്നത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷനിങ് നടക്കുന്നുള്ളത്. വീഡിയോ കാണുന്നവർ വിചാരിക്കും ഈ ഇത്രയും വൃത്തിയായ രീതിയിൽ ചെങ്കല്ലെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്നാൽ ഇതൊന്ന് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഇത് തന്നെ ഒരു പാർട്ടാക്കിയിട്ട് സെപ്റ്റി ടാങ്ക് ആക്കി വെച്ചുകൂടെ എന്ന് തോന്നും. നിങ്ങൾ ഈ കാണുന്ന കണ്ടോ, ഈ കാണുന്ന കംപ്ലീറ്റ് നമുക്ക് മരങ്ങളാണ്. അപ്പോൾ വേര് വരാൻ ഒരു 100% സാധ്യതയുള്ള സ്ഥലം. വേര് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്ററിങ്ങോ ഇനിയിപ്പം മറ്റു രീതിയിലെ കെമിക്കൽ ഉപയോഗിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്താലും വേരിന് വരേണ്ട സ്ഥലത്ത് അവർ വരും. വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകളെ മുന്നിൽ കണ്ടിട്ടാണ് ഈ PVC എന്ന ടാങ്ക് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ പിറ്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിറ്റ് സാധാരണ രീതിയിൽ ഇത് ഈ ഒരു സെൽസറിൻ്റെ തന്നെ പിറ്റുകൾ കിട്ടാനുണ്ട്. അപ്പോൾ അത് വേണ്ടുന്നവർക്ക് അത് തിരഞ്ഞെടുത്തിട്ട് വാങ്ങാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ പിറ്റിൻ്റെ ആഴം നമ്മൾ കുറച്ച് അധികം ആക്കുക. പിറ്റിൻ്റെ ആഴം നമ്മൾ കുറച്ചധികം, വെള്ളം കയറുന്ന സ്ഥലമാകുമ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം നമുക്ക് ആഴം ഇതിന് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ആഴം കൊടുക്കുക. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന ഇനി 5 ലിറ്ററാണ് 5 ലിറ്റർ, അല്ലെങ്കിൽ 10 ലിറ്ററാണ് 10 ലിറ്റർ. ആ 10 ലിറ്റർ വെള്ളവും നമുക്ക് വന്ന് വേസ്റ്റ് അവിടെ വന്ന് ആ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 10 ലിറ്റർ ഇവിടെ വന്ന് സ്റ്റോർ ആവേണ്ട വെള്ളമാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആഴം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സേഫ്.